മക്കളെ, നമുക്ക് എക്സാം അടുത്തു വരികയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയണ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. നമ്മൾക്ക് എക്സാമിന് ആവശ്യമായ എല്ലാ ക്വസ്റ്റ്യനും മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും വിടാതെ ചെയ്ത് പഠിക്കുക. ഒരു എക്സാം ചെയ്യാൻ നമ്മൾക്ക് വളരെയധികം സിമ്പിൾ ആവും അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ മോഡലായിട്ട് നമുക്ക് നോക്കാം. ഗണ്ട് പഠേം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം എന്നാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന സൂചന വായിക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. വായിച്ചു നോക്കാം. ഗേന്ദിനെ ബല്ലെ സെ കഹാ തും മുझे क्यों मारते हो? बल्ले ने कहा मालूम नहीं तो गेल कैसे हो? गेंद जब बल्ले के पास आई तो उसने उसे जोर से मारा. गेंद कुदकती फुदकती दूर जाकर एक झाड़ी में छिप गई. ആൻസർ നോക്കാം. കോൺ ഗേന്ദ് കോ സോർ സേ മാര. ആരാണ് പന്ത് ശക്തമായിട്ട് അടിച്ചത്? ആരാണ്? ബെല്ലെ അല്ലേ? ബെല്ലയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബെല്ലയാണ് പന്തിനെ ശക്തിയിൽ അടിച്ചത്. ഗേന്ദ് കൈസേ ദൂർ ഗയാ? നാച്തി ഫിർത്തി ഘൂമത്തെ ഫിർത്തെ കുദക്കത്തി ഫുദക്കത്തി അല്ലേ? അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഉണ്ട് കുദക്കത്തി ഫുദക്കത്തി, അതാണ് എൻ്റെ ആൻസർ. അടുത്തത് നോക്കാം. ഗേന്ദിനെ ബെല്ലേസെ ക്യാ പൂച്ച? ഗേന്ദ് ബെല്ലയോട് എന്താണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? ബെല്ലേനെ കഹാ ഗേന്ദിനെ ബെല്ലേസെ കഹാ തും മുझे क्यों मारते हो എന്നാ ചോദിച്ചത് അല്ലേ? തും മുझे क्यों मारते हो, അതാണ് അതിൻ്റെ ആൻസർ. മാരും നെഹി തോ ഗേൽ കൈസെ ഹോയ് കിസ്നെ കഹാ? ആരാണ് അങ്ങനെ പറഞ്ഞത്? മാരും നെഹി തോ ഗേൽ കൈസെ ഹോ എന്ന് പറഞ്ഞത് ആരാണ്? ബെല്ലെ. ബെല്ലയാണ് പറഞ്ഞത് അല്ലേ? ബെല്ലേനെ കഹാ. ഗേന്ദ് കഹാം ചിപ്പ് ഗയാ? ജാടി മേ. കണ്ടോ, നമ്മൾ ആ പാരഗ്രാഫിലുള്ള നോക്കിയിട്ടാണ് നമ്മൾ ഈ ആൻസറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കാം. ജനത് കെ ബച്ചെ ഫിലിമി ലേഖ ആവശ്യപ്പെടെ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ജനത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖ നിങ്ങൾ പഠിച്ചതാണ്. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഏക് പരിവാർ കോ സുഖി और खुश देखने का असली कारण क्या है? आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. फिल्म प्रदर्शनी के लिए उद्घोषणा तैयार करें എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏക് പരിവാർ കോ സുഖി और खुश देखने का असली कारण क्या है എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിന്ന് കിട്ടും ആ ഉത്തരം. बल्कि एक छोटे से आम भाषा के गरीब कहे जाते हैं. परिवार में भी रिश्ते सुंदर और गहरे होते हैं. परिवार में रिश्ते सुंदर और गहरे हो सकते हैं. ये सुंदर इंसानी रिश्ते ही एक परिवार के സുഖി और खुश होने का असली कारण है. നിങ്ങൾ തന്നിരിക്കുന്ന പാരഗ്രാഫിലേക്ക് നോക്കിയിട്ട് അതിൽ ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് വരുന്നത് എവിടെയാണോ അതിന് കുറച്ച് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള ആ ഒരു സെൻറ്റൻസുകളാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. അത് വളരെ കറക്റ്റായിട്ട് എഴുതണം. നമ്മൾ ഒറ്റയ്ക്ക് എഴുതുമ്പോഴാണ് വളരെ കറക്റ്റായിട്ട് വരിക. എങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് നോക്കാം. ഉദ്ഘോഷണയാണ്. ഈ ഉദ്ഘോഷണ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ഉദ്ഘോഷണയാണ്. അതുകൊണ്ട് അത് തന്നെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏ ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത തന്നിരിക്കുന്നു താഴെ. അത് വായിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. തനിക്ക് ഗാദ് മിലാന കാ മത്ലബ് ക്യാ ഹെ? തനിക്ക് ഗാദ് മിലാന പറഞ്ഞാൽ അത്യധിക പരിശ്രം കർണ അല്ലേ? കഠിൻ പരിശ്രം കർണ എന്നാണ് ആൻസർ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതാ കഠിൻ പരിശ്രം കർണ അതിന്റെ ആൻസർ. ഇനി അടുത്തത് സ്വയം. സ്വയം എന്നതിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചത്. ഗുദാണ് സ്വയം എന്നതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ ഗുദ് എന്നത്. ഇനി അടുത്ത कृषक दिवस पर आपने विद्यालय में जित्या निकाला है प्लकार्ड के लिए സന്ദേശ് വാക്യ ലിഖി. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യം തന്നെയാണ്, എങ്കിലും എഴുതിയിട്ടുണ്ട്. നോക്കാം. കിസാൻ നഹി തോ ഹം നഹി. കിസാൻ സബ്കാ അന്നദാത ഹോത്താ ഹെ. ജയ് ജവാൻ ജയ് കിസാൻ ജീത്തെ രഹേ കിസാൻ. ഞാനിവിടെ 2, 4 അതിനുവേണ്ടി 4 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 2 പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം.
ബയാ ഹമാരി ചിടിയ റാണി എന്ന നമ്മൾ പഠിച്ച കവിതയിൽ നിന്നാണ് തന്നിരിക്കുന്നത്. ഹർ പക്ഷി കാ അപ്നാ രഹൻ സഹൻ ഹേ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം സമാനാർത്ഥക ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന അടിവരയിട്ടിട്ടുള്ള രേഖാങ്കിത ശബ്ദം എന്നാൽ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പക്ഷി അതുപോലെ തന്നെ ജൽ രണ്ടിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശബ്ദത്തിന് പകരം പദം എഴുതുക. സമാനാർത്ഥം വരുന്ന ഒരേ അർത്ഥം വരുന്നതാണ് നമ്മൾ ഇവിടേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷി എന്ന അതേ അർത്ഥം വരുന്നത് കവിതയിൽ എവിടെയാണുള്ളത്? ചിടിയ എന്നുണ്ടല്ലേ. പക്ഷി എന്ന അതേ അർത്ഥം വരുന്നതാണ് ചിടിയ. അപ്പൊ ഈ ചിടിയ എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടുത്തത് ജൽ. ജൽ എന്ന അതേ അർത്ഥം വരുന്നത് ഏതാണ്? പാനി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പാനി എന്നല്ലേ. അതാ പാനി, പാനി. അതാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. പിന്നെ കവിതാംശിക്ക ആശയലിഖിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ ആശയം എഴുതാൻ നമ്മൾ പഠിച്ചതാണ്, അത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മദർ തെരേസയുടെ എന്താണ് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട എല്ലാ സൂചനകളും ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഫൈൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കുക എന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഓർഡറായിട്ട് എഴുതിയിട്ട് പ്രൊഫൈലാക്കി റെഡിയാക്കി ഉണ്ടാക്കുക. ഇനി അടുത്തത് മദർ തെരേസക്ക വാസ്തവിക് നാം ക്യാ ഹെ. ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതിൻ്റെ ആൻസർ തന്നെ ഉണ്ട് അല്ലേ. വാസ്തവിക് നാം കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ആഗ്നസ് ഗോഞ്ച എന്താണ് ബോയാജിജു അല്ലെ. ബോയാജിജു എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് അതുപോലെ തന്നെ ആൻസർ എഴുതുക. साफ सफाई में अव्वल गाव लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഫ് സഫായി അവൽ ഗാവിൽ നിന്നാണ് നമ്മൾ പഠിച്ചതാണ്. ഇത് വായിക്കുക, എന്നിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. മാവലിൻ ലോങ് में किस बीमारी के ബുരി തരഹ്സെ ജഗത് ലിയാത. ഏത് രോഗമാണ് അവിടെ വളരെയധികം മോശമായ രീതിയിൽ വ്യാപിച്ചു എന്ന് പറഞ്ഞത് അല്ലെ. ഐസെ കോളറയായിരുന്നു അല്ലെ അന്ന് പറഞ്ഞത്. ഐസെ. സഫായി കാ മഹത്വ ദിഖാനെ വാല ഏക്ക് നാരാഗീതിലേക്ക്. സഫായിയുടെ മഹത്വം കാണിക്കുന്ന ഒരു നാരാഗീത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സഫായി കാ മഹത്വ നാരാഗീത്. आवो मिलकर एक कदम उठाइए, स्वच्छता पर एक ध्यान लगाइए, चलो करो एक वादा, डालो कूड़े कचरे कूड़ेदान पर, साफ सफाई ही रहने दो. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുള്ളൊരു നാരാഗീതം എഴുതി കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യന് ആൻസർ ഉള്ളത്. ബാക്കി ആൻസറുകളൊക്കെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കും അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതിയ കാര്യമൊക്കെ തന്നെയാണ്. അതന്നെ എടുത്തിട്ടൊന്ന് നോക്കുക, എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കുക. ഓക്കെ.